കുറേ ദിവസമായിട്ട് മക്കൾ കുനാഫ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്ക് ബ്രെഡ് വെച്ചിട്ട് കുനാഫ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതിനുവേണ്ടി ഞാൻ ഇതാ ഫസ്റ്റ് ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ നൈസ് വെർമിസെല്ലിയിലെ അതിതാ ഞാൻ നല്ലോണം ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി എന്ന് വെച്ചാൽ മൈദ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഞാൻ നമ്മുടെ ഈ വെർമിസെല്ലിയിൽ ഫുള്ളായിട്ട് നമ്മളെ ബ്രെഡ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് നടുക്ക് ഞാൻ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. ഒരു ബ്രെഡിൻ്റെ മുകളിൽ ചീസ് വെച്ച് മുകളിൽ വേറൊരു ബ്രെഡ് വെച്ച് മൈദേൻ്റെ മാവിൽ ഒന്ന് കോട്ട് ചെയ്ത് പിന്നെ നമ്മുടെ വെർമിസെല്ലിയിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ തവയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നൊന്ന് മൊരിഞ്ഞെടുക്കണ്ട, കുറച്ച് നല്ലോണം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ ഇതാ അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബ്രെഡ് കുനാഫ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിനി. അങ്ങനെ ഞാനും അനിയത്തിയും കൂടി ഒന്ന് ടൗണിൽ പോയി. നമ്മളിതാ പോയ ആവശ്യമൊക്കെ കഴിഞ്ഞ് പിന്നെ ജ്യൂസിൽ കയറിയിട്ട് ഒരു സാൻഡ്വിച്ചും കുലിക്കൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തുമ്പോഴേക്ക് ഇതാ അനിയന് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ അത് എടുത്ത് വെച്ച് പിന്നെ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിനെ. അത് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെമ്മീനും വൃത്തിയാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചെമ്മീനൊക്കെ വൃത്തിയാക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മളല്ലാതെ വേറെ ആരും ചെയ്യാനില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാ അതും അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ച് പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ചെടുത്തിട്ടാ. ടൈം കുറേ ആയിപ്പോയി, കാരണം ടൗണിൽ പോയിട്ട് വരാൻ തന്നെ കുറച്ച് ടൈമായി. എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്തോ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ ക്ലിയറായിട്ട് കാണുന്നുണ്ടോ ആക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഈ ബാക്ക് വെച്ചെടുക്കുമ്പം നമ്മളിങ്ങനെ പോയി ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം, എല്ലാം ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടോ ആവുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഇതാ ഒരു അടുപ്പിൽ ഞാൻ മസാല വെച്ച് പിന്നെ ഇപ്പുറം നെയ്ച്ചോറും കൂടി വെച്ചിട്ടാ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ കുക്കറിലാണ് മസാലയൊക്കെ വെച്ചിട്ടുണ്ടായത്. പിന്നെ അതിലേക്ക് തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്ത് പിന്നെ മസാലപ്പൊടികളെല്ലാം വെച്ച് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഗ്യാസിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ മല്ലിയിലയും കൂടി മുറിച്ച് കൊടുത്ത് ഇനിയിപ്പം കുറച്ച് എരി കൂടിപ്പോയിട്ട് മസാലയ്ക്ക് നെയ്ഹ തിന്നോന്ന് ചെറിയൊരു സംശയമാണ്. അപ്പോൾ നെയ്ഹയ്ക്ക് ഞാൻ നെയ്ച്ചോറ് വേറെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ദമ്മിടൂല, ഇങ്ങനെ മസാല ഇട്ട് ചോറുമാക്കി ഫുള്ളായി മിക്സ് ചെയ്തിട്ട് ദം ചെയ്യാൻ വെക്കലാന്ന് കേട്ടോ. അതാണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇതാ ഫുള്ള് മിക്സാക്കി ദം ചെയ്യാൻ വേണ്ടി വെച്ച് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് മക്കൾക്ക് എല്ലാവർക്കും കൂടി ചോറ് കൊടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.